നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ മാറ്റി. TP രാമകൃഷ്ണന് LDF കൺവീനറിന്റെ ചുമതല. EP ജയരാജൻ വിഷയത്തിൽ CPM-നെ അടച്ചാക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP CPM ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് തെളിഞ്ഞെന്നും VD സതീശൻ. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് കേസ്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. ഇടശ്ശേരി സന്തോഷിന്റെ വീട്ടുപറമ്പിലെ തെങ്ങുകളും വാഴകളും മറിച്ചിട്ടു. പാലേക്കര ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ്. വർധനവിനെതിരെ തങ്ങൾ നൽകിയ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. തേങ്ങയെടുക്കാൻ തോട്ടിലിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇരിങ്ങപ്പുറം സ്വദേശി പീച്ചിലി 46 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. ശക്തമായ കാറ്റിൽ പറപ്പൂക്കര പോങ്കോത്രയിൽ തെങ്ങ് കടപുഴകി വീണ വീട് തകർന്നു. പോങ്കോത്ര മണപ്പാടൻ അനിൽദാസിന്റെ ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത്. വീട്ടുകാർ മറ്റൊരു മുറിയിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് കരിക്കാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു മറിഞ്ഞ സ്ത്രീക്ക് പരിക്കേറ്റു. പഴഞ്ഞി കോട്ടോൾ സ്വദേശി മുബാറക് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ പൂർണ്ണമായും തകർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വാരണസിയിലെ സത്രം നടത്തിപ്പ് ശ്രീശങ്കര ഭഗവത് പാദരാൽ സ്ഥാപിതമായ പുരാതന നാഗസന്യാസി സമൂഹമായ ശ്രീജൂന അഖണ്ഡയ്ക്ക് കൈമാറി. വടക്കുനാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശനൻ സത്രത്തിന്റെ താക്കോൽ കൈമാറി. നഗരത്തിലെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങളെ സുരക്ഷയിൽ ഗുരുതരമായ കൃത്യവിലോപമാണ് കോർപ്പറേഷൻ കാണിച്ചതെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ. ജീർണാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ തുടർച്ചയായി തകർന്നു വീണിട്ടും മേയറുടെ നടപടി പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിയെന്നും ജോൺ ഡാനിയൽ. സംസ്ഥാന സർക്കാരിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരത്തിന് ശ്രീനാരായണപുരം പഞ്ചായത്ത് അർഹമായി. സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസിൽ വെച്ച് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങും. സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം കൊടുങ്ങല്ലൂരിൽ നടന്നു. സ്വാമി ധർമ്മ ചൈതന്യ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിന് സമീപം പാർക്ക് ചെയ്ത ബൈക്കിന്റെ ഹെൽമറ്റ് മോഷ്ടിച്ചു. പുന്നീർകുളം ചമ്മന്നൂർ സ്വദേശി കോർമത്തയിൽ വീട്ടിൽ ബിനിയാമിന്റെ ഹെൽമറ്റാണ് കവർന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്കൂട്ടർ വഴിപാടായി ലഭിച്ചു. വാഹന പൂജയ്ക്ക് ശേഷം കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിൽ സ്കൂട്ടറിന്റെ താക്കോലും രേഖകളും ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഏറ്റുവാങ്ങി. കേരള ലാൻഡ് കമ്മീഷൻ ഏജൻസി യൂണിയൻ ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് NK ജ്യോതിഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് M വിൻസെന്റ് അധ്യക്ഷനായി. പുത്തഞ്ചിറ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്ക് നൽകിയ സൈക്കിളുകളുടെ വിതരണ ഉദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷയായി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുവാനായി മുസ്ലിം ലീഗ് എക്സിക്യൂട്ടീവ് മീറ്റ് സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരത്ത് നടന്ന യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള സ്കാഫോൾഡ് പദ്ധതിയുടെ ദ്വിദിന റെസിഡൻഷ്യൽ ശില്പശാലയ്ക്ക് പീച്ചിയിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു ഉദ്ഘാടനം നിർവഹിച്ചു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സയൻസ് മ്യൂസിയം ഇനി ക്ലാസ് റൂമുകളിലേക്കും എന്ന പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക K ഗിരിജ ഉദ്ഘാടനം ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുക്കഞ്ചേരി ചൊവ്വൂർ വളപ്പിൽ ആദിത്യദേവിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സിനിമാ മേഖലയിലെ വിവാദങ്ങളിൽ പ്രതികരിച്ച് ചലച്ചിത്ര നടൻ മോഹൻലാൽ ഒളിച്ചോടിയിട്ടില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളാലാണ് മാറി നിന്നതെന്നും മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ താൻ സ്വാഗതം ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് സിനിമാ മേഖല ഒന്നടങ്കമാണെന്നും മോഹൻലാൽ. തൃശൂർ കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗം കോൺക്രീറ്റ് പാതയാക്കുന്നതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ നടക്കും. മന്ത്രി R ബിന്ദു നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ പെരിങ്ങോട്ടുകര സ്വദേശി TS ശ്രീജിത്തിനെ അനുമോദിച്ചു. താന്യം പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ആന്റോ തൊറയൻ പൊന്നാടയണിയിച്ചു.
മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നു. കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ പെരിങ്ങോട്ടുകര സ്വദേശി ശ്രീജിത്തിന് ബിജെപി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഇ.പി. ഹരീഷ് ആദരിച്ചു. ബിജെപി നേതാക്കളായ പ്രകാശൻ കണ്ടങ്ങത്ത്, പ്രേമദാസ് ബംഗാലി, സിനി കുരുവേലി തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്പുകാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ ശാസ്ത്ര സാങ്കേതിക മേള കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ സൂപ്രണ്ട് വി.കെ. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബിജെപി ദേശീയ തലത്തിൽ നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ നിരവധി പേർ ബിജെപിയിൽ ചേർന്നു. സിപിഐ മുൻ ലോക്കൽ സെക്രട്ടറി വിജീഷ് അളനു, സിപിഐ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഭാസ്കരൻ എന്നിവരടക്കം 27 പേരാണ് ബിജെപിയിൽ അംഗത്വമെടുത്തത്. പാഞ്ഞാൾ മണലാടി പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങളിൽ വീണ്ടും മോഷണം. ഭണ്ഡാരവും വഴിപാട് കൌണ്ടറും കുത്തിത്തുറന്ന് പണം കവർന്നു. പാഞ്ഞാൾ സെന്റ് ജോസഫ് ദേവാലയത്തിലും മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു വീണു. റോഡിൽ ആളുകൾ ഇല്ലാതിരുന്നത് വൻ ദുരന്തമൊഴിവായി. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എറവ് അഭ്യുദയ കൂട്ടായ്മയുടെ 38ാം വാർഷികവും കുടുംബസംഘവും എറവ് ആറാംകല്ലിൽ നടന്നു. സി കുഞ്ഞികൃഷ്ണ മേനോൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വലപ്പാട് മേഖലാ കൺവെൻഷൻ നടന്നു. വലപ്പാട് ഏങ്ങൂരിൽ നടന്ന കൺവെൻഷൻ സി മുകുന്ദൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.